അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന സത്യവിശ്വാസിക്ക് ലഭിക്കുന്നതായ നിരവധി സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭം ഫർദ് നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി ഇരിക്കുന്ന പുരുഷന്മാർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അവരുടെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കാരണം ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ 27 ഇരട്ടി പ്രതിഫലം ഉള്ള ഒരു അമലാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി ദർജയാണ് അല്ലാഹു തആല നമുക്കതിന് നൽകുന്നത്. എന്ന് മാത്രമല്ല, ഒരു പ്രദേശത്ത് അവിടെ ജമാഅത്ത് നിസ്കാരം ഉണ്ടാവുക എന്നുള്ളത് ഒരു സാമൂഹ്യ ബാധ്യതയാണ്. ആരും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ പുരുഷന്മാരും ഉത്തരവാദികളാകുന്ന വലിയ ഒരു കർമ്മമാണ്, ഉത്തരവാദിത്തമാണ് ഫർദ് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത്. അതുതന്നെ എങ്ങനെയാണ് ആ നിസ്കാരത്തിന് വരേണ്ടത് എന്ന് പുണ്യ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ആ മലക്കുകളുടെ ദുആ എന്താണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയാം. എങ്ങനെയാണ് ആ ജമാഅത്തിൽ സന്നിഹിതരാകേണ്ടത്? പൂർണ്ണമായ ഒരു ഉളു ചെയ്ത് ഇദാ തവല്ലഅ ഫഅഹ്സനൽ ഉളു, നല്ല ഒരു ഉളു ചെയ്തു. ഏറ്റവും നല്ല ഉളു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു ഉളു. കിബിലക്ക് തിരിഞ്ഞ്, ഉദാഹരണം പറയുകയാണെങ്കിൽ മിസ്വാക്ക് ചെയ്ത് ദിക്റുകളൊക്കെ ചൊല്ലി അവയവങ്ങളൊക്കെ കയറ്റിക്കഴുകി എല്ലാം 3 പ്രാവശ്യം നിർവഹിച്ച് അങ്ങനെ നിർവഹിച്ച ഉളു. എന്നിട്ട് സുമ്മാറ്റൽ മസ്ജിദ, പിന്നെ അവൻ പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഉളു ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉളു ചെയ്തിട്ടാണ് പള്ളിയിൽ വരുന്നത്. എന്നാലോ ലാ യുരീദുല്ല സ്വല, പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം നിസ്കാരം മാത്രമാണ്, വേറൊന്നുമല്ല. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജത, അള്ളാഹു ഓരോ പദവി അള്ളാഹു അവനക്ക് ഉയർത്തും. വഹത്ത അന്നു ഖതിയത്തുൻ ഹത്താ യദ്ഖുലൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ അവൻ വെച്ച ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല അവൻ്റെ ദോഷങ്ങൾ പൊറുക്കും. അങ്ങനെ പള്ളിയിൽ അവൻ പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത്ത് കാല് വെച്ച് ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന ദിക്ർ ചൊല്ലിയാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്. അത് ചൊല്ലി അവൻ പള്ളിയിൽ പ്രവേശിച്ചു. കാന ഫിസ്സലാത്തി മാ കാനത്തി സ്വലാത്തു ഹിയ തസ്ബിസു, അയാൾ പള്ളിയിൽ ഇങ്ങനെ നിസ്കാരവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നിസ്കാരത്തിൽ എങ്ങനെയാണോ നമുക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുക അതുപോലെയായിരിക്കും. നിസ്കാരത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ പള്ളിയിലിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം നിസ്കരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലൊരു പ്രതിഫലം കൊടുക്കും. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിഹിം മാ ദാമ ഫീ മജ്ലിസി അല്ലദീ സ്വല്ലാ ഫീഹി,
അവൻ തഹിയ്യത്ത് നിസ്കരിച്ചു. അവിടെ മുമ്പിലെ സുഫിൽ ചെന്ന് അവൻ തഹിയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ തന്നെ അവൻ ഇരിക്കുകയാണ് ജമാഅത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ മലക്കുകളിങ്ങനെ അവനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുക. മലക്കുകൾ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ ദ്വാരക്കും അനുഗ്രഹ പ്രാർത്ഥന നടത്തും. മലക്കുകൾ ഇങ്ങനെ പറയും, യഖൂലൂന, മലക്കുകൾ പറയും, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. 3 പ്രാർത്ഥനകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ നീ അവനെ അനുഗ്രഹിക്കണേ. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കാരണം മലക്കുകൾ അള്ളാഹുവേ നീ അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ജീവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. മാത്രമല്ല പിന്നീടുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർലഹു, അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. പിന്നീടുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ തുബ് അലൈഹി, അള്ളാഹുവേ നീ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. ഇതെങ്ങനെയാകുമ്പോഴാണ് മാലം യൂദിഫിഹി മാലം യുഹ്ദിസഫി, അവൻ്റെ ഉളു നഷ്ടപ്പെടാതിരിക്കുമ്പോൾ. ഉളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഉളു എടുക്കണം, എന്നാലേ ഈ ഒരു പ്രതിഫലം അല്ലാഹു തആല അവനിക്ക് നൽകുകയുള്ളൂ. ഉളുവില്ലാതെ നിസ്കരിക്കാൻ പാടില്ല, പക്ഷെ ഉളുവില്ലെങ്കിലും പള്ളിയിലിരിക്കാം, കുഴപ്പമില്ല. ഈ ഒരു പ്രതിഫലം കിട്ടണമെങ്കിൽ ഉളു വേണം, നിസ്കരിക്കണമെങ്കിലും ഉളു വേണം. വിശുദ്ധ കഅബാലയത്തിൻ്റെ അവിടെ തവാഫ് ചെയ്യണമെങ്കിൽ ഉളു വേണം. ഖുർആൻ തൊടണമെങ്കിൽ ഉളു വേണം. പള്ളിയിൽ വെറുതെ ഇരിക്കുന്നതിനിക്ക് ഉളു നിർബന്ധമില്ല, ഇല്ലാതിരുന്നാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ അനുഗ്രഹീതമായ ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സ്വലാത്തു റജുലി ജമാഅത്തൻ തസീദു അലാ സ്വലാത്തി ഫീ സൂഖിഹി വ ബൈത്തിഹി ബിദ്അൻ വ ഇസ്രീന ദറജ. അവനവൻ്റെ വീട്ടിലോ അവൻ അങ്ങാടിയിലോ നിസ്കരിക്കുന്നതിനേക്കാൾ അവൻ്റെ അല്ലാഹുവിൻ്റെ പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 20 ചില്ലാനം ദറജ അല്ലാഹു തആല അവനിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് പുരുഷനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫറാണ്. അല്ല, പുരുഷൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിയും. അപ്പോൾ ചോദിക്കും, സ്ത്രീകൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ബാധ്യത? ഇല്ല, സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടുള്ളൊരു ബാധ്യത ഇല്ല. ആരാണ് ബാധ്യത ഇല്ല എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിച്ച അള്ളാഹുവാണ്. അള്ളാഹു പറയുന്നുണ്ട്, അരിജാലു ഖവ്വാമൂന അലൻ നിസ, സ്ത്രീകളെക്കാളും പുരുഷന്മാർക്കൊരു കൈകാര്യകർത്തൃത്വം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, ചില ആളുകളെക്കാൾ അള്ളാഹു തആല ഒരു പ്രത്യേകത കൊടുത്തു. എന്താണ് അള്ളാഹു പ്രത്യേകത കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു തആല പ്രത്യേകത കൊടുത്തത് ബി ഉമൂരിൻ മിൻഹ അന്നല്ലാഹ ഫളല റിജാല അല നിസാ ബി ഉമൂരിൻ മിൻഹ സിയാദത്തുൽ അഖ്ലി വദ്ദീനി വൽ വിലായത്തി വശഹാദത്തി വൽ ജിഹാദി വൽ ജുമുഅത്തി വൽ ജമാഅത്തി വബിൽ ഇമാമത്തി. ഇതൊക്കെയാണ് അള്ളാഹു തആല അവർക്ക് പ്രാധാന്യം കൊടുത്തത്. അവർക്ക് അള്ളാഹു തആല ബുദ്ധിശക്തി കൂടുതൽ കൊടുത്തു, മതചിട്ട കൂടുതൽ കൊടുത്തു, അവർക്ക് അധികാരം കൊടുത്തു, വിലായത്ത് വലിയാകാനുള്ള അവസരം കൊടുത്തു, ഷഹാദത്ത് കൊടുത്തു, യുദ്ധം ചെയ്യാനുള്ള ബാധ്യത കൊടുത്തു, ജുമുഅയിൽ പങ്കെടുക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ, ഇമാമ് നിൽക്കാൻ. ഇതൊക്കെ അവർക്ക് അള്ളാഹു എന്തേ കൊടുത്തത്? ലിയന്ന മിൻഹുൽ അംബിയാ, പുരുഷന്മാരിൽ നിന്നാണ് നബിമാരുണ്ടായിട്ട്, വൽ ഖുലഫ, ഖലീഫമാരുണ്ടായിട്ടുള്ളത്, വൽ അയിമ്മത്ത്, ഇമാമുമാരുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തും. മിൻഹാ അന്ന റജുല യതസവ്വജു ബി അർബഇ നിസ്വ. വേറൊരു പ്രത്യേകത, ഒരു പുരുഷന് 4 സ്ത്രീകളെ വരെ ഭാര്യമാരായി വെക്കാം. എന്നാൽ വലായി ജൂലിൽ മർഅതി ഗൈറ സൗജിൻ, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ പറ്റുകയില്ലല്ലോ.
വമിൻഹാ സിയാദത്തുൻ നസീബി വൽ മീറാസി ഫിൽ മീറാസി വത്തഅസീബി ഫിൽ മീറാസി. അനന്തര സ്വത്തിലുള്ള വിഹിതവും അവരെ അസ്ബയാക്കുന്നതിനുള്ള അവകാശവുമൊക്കെ അല്ലാഹു തആല കൂടുതൽ പരിഗണന കൊടുത്തു. കാരണം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാനും വിവാഹം മോചിപ്പിക്കാനും മടക്കിയെടുക്കാനും ഒക്കെ അല്ലാഹു തആല പുരുഷന് കൊടുത്തു. വൈലിൽ ഇന്തിസ, പുരുഷനിലേക്കാണ് ഒരു തറവാടിൻ്റെ ചേർച്ചയും. എന്നിട്ട് തഫ്സീർ ഖാസിനിൽ പറയുന്ന ഒരു രേഖയാണിത്. ഫകുല്ലു ഹാദാ യദുല്ലു അലാ ഫളി ദിജാലി അൽനിസാ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. അപ്പോൾ പുരുഷന്മാർക്ക് ചില ബാധ്യതകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അല്ലാഹു പുരുഷന്മാർക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് നിർവഹിക്കാനുള്ള എല്ലാ ശക്തിയും സാഹചര്യങ്ങളും പുരുഷനിലാണുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീയിൽ അല്ലാഹു തആല അങ്ങനെയല്ല വച്ചത്. സ്ത്രീക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിലുള്ള ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കണം. സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല. അവർ വീടുകളിൽ നിർവഹിച്ചാൽ മതി. ഇത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നതിൽ നിന്ന് പുരുഷനും സ്ത്രീയൊന്നും വ്യത്യാസമല്ല. തെറ്റ് ചെയ്താൽ ആണും പെണ്ണും ഒക്കെ നരകത്ത് പോകും. നന്മ ചെയ്ത ആണും പെണ്ണും സ്വർഗത്ത് പോകും. ഫമൻ യഅ്മൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ. ആര് ഒരു ചെറിയ നന്മ ചെയ്തോ അത് അവനക്ക് അല്ലാഹു കാണിച്ചു. അത് ആണായാലും പെണ്ണായാലും. വമൻ യഅ്മൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ. ആര് തിന്മ ചെയ്താലും ആണായാലും പെണ്ണായാലും ഒക്കെ അതിൻ്റെ ശിക്ഷയും അവൻ ലഭിക്കും. ഹറാമും ഹലാലും ഒക്കെ വ്യത്യസ്തമല്ല. ചില ബാധ്യതകൾ പുരുഷനിൽ അള്ളാഹു അധികമായിട്ട് വെച്ചു കൊടുത്തു. സ്ത്രീയിൽ അത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? സ്ത്രീയെ അള്ളാഹ് പരിഗണിച്ചത് കൊണ്ടാണ് കൊടുക്കാത്തത്. സ്ത്രീക്ക് ഇതൊന്നും യുദ്ധം നിർവഹിക്കാനോ പൊതു രംഗത്ത് നിന്ന് വലിയ പ്രയാസങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു കുറവ് ഉള്ളത് കൊണ്ടാണ് അല്ലാഹു തആല അവരെ മാറ്റി നിർത്തിയത്. അല്ലാതെ അവരോട് വിവേചനം കാണിച്ചതല്ല. അവരുടെ ഒരു വിവേചനവും അല്ലാഹു കാണിച്ചിട്ടില്ല. അവരുടെ പ്രകൃതിക്കനുസരിച്ച് കൊണ്ടുള്ള അവകാശ അധികാരങ്ങൾ മാത്രമാണ് അവരെ അല്ലാഹു ഏൽപ്പിച്ചത്. പുരുഷന് അല്ലാഹു ഒരുപാട് അവരുടെ കാര്യങ്ങളുടെ നിർവഹിക്കാൻ, അവൾക്ക് വേണ്ട വീടും വസ്ത്രവും ഭക്ഷണവും കൊടുക്കാൻ, അവളിൽ നിന്നുണ്ടാകുന്ന മക്കൾക്കുള്ള ഭക്ഷണം വസ്ത്രം പൊതുകാര്യങ്ങളും പള്ളിയുടെയും ദീനിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം പുരുഷനേൽപ്പിച്ചു. അപ്പോൾ പുരുഷൻ അതിനുള്ള സാമ്പത്തികം കണ്ടെത്തണം. സ്ത്രീക്ക് അതിൻ്റെ ബാധ്യതയല്ല. കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കുന്നത് പുരുഷൻ്റെ ബാധ്യതയാണ്, സ്ത്രീയുടെ ബാധ്യത അല്ല. സ്ത്രീക്കൊന്നുമില്ല. സ്ത്രീക്ക് മഹറായിട്ട് പുരുഷനാണ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ വിവാഹത്തിൽ സ്ത്രീക്ക് ഒരു 5 പൈസയുടെ ചെലവ് ഇല്ല എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ ശരീരത്തിൽ അണിയുന്ന ഒരു നൂല് പോലും കൊടുക്കേണ്ടത് പുരുഷനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടത് പുരുഷനാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളെ അള്ളാഹ് മാറ്റി നിർത്തിയതോ സ്ത്രീകളോട് അല്ലാഹു എന്തെങ്കിലും വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലൊക്കെ അതിനുള്ള മറുപടി അറിയിക്കുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഇങ്ങനെ പറയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.